ഇൻകം ടാക്സിന്നാണ്. ടാക്സി ഒന്നും ഞാൻ വിളിച്ചില്ലല്ലോ. തന്റെ ഇൻകം കാണിച്ച്. അയ്യേ, ഞാൻ അത്രക്കാരനല്ല. വരുമാനം കാണിക്കാൻ. എന്തിന്? തന്റെ ഒരു ബ്ലാക്ക് മണി ഉണ്ടെന്ന് ഇൻഫർമേഷൻ കിട്ടി. ഉണ്ട്. യു ആർ അണ്ടർ അറസ്റ്റ്. ഓക്കെ. താൻ എവിടെ പോണു? പോയി റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. തന്നെ അറസ്റ്റ് ചെയ്യാണെന്ന്. എന്റെ ആട്ടുംകുട്ടി അറസ്റ്റ് ചെയ്തു. അതിന്റെ കഴുത്തിലാണുള്ളത് ബ്ലാക്ക് മണി. എന്ത്? കറുത്ത മണി, ചെറുതാണ്. ആ മണിയല്ല, കള്ളപ്പണം. അതില്ല. എന്താ പേര്? മണികണ്ഠൻ. മണികണ്ഠ. ഓ കണ്ടു, അതല്ലേ ആട്ടിന്റെ കഴുത്തില്. എടോ, തന്റെ പേര് വിളിച്ചതാ മണികണ്ഠാന്ന്. യെസ് സാർ. എത്ര കാലമായി ഇവിടെ താമസം തുടങ്ങിയിട്ട്? 25. അതിനു മുന്നേ എവിടെയായിരുന്നു? എന്റെ അമ്മയുടെ വയറ്റിലായിരുന്നു. തന്റെ ചെക്കുകളൊക്കെ എടുത്തേ. ചെക്കുകളുള്ള ഒരു ഷർട്ട് പോലും എനിക്കില്ല. ബാങ്ക് വിളിക്കാനുള്ള ടൈം ആയില്ല. എന്ത്? വാങ്ക്. വാങ്ക് വിളിക്കാനല്ല, തന്റെ ബാങ്ക് ഏതാണെന്ന്. ബാങ്ക് ഓഫ് ബെർമുഡ. അല്ല, ബാങ്ക് ഓഫ് ബറോഡ. എന്നാ എടുത്തത്? കാലപ്പഴക്കം ചെന്നതാ. ഒരു 6-7 വർഷമായി കാണും. എന്നാലും കളയാൻ മനസ്സ് വരുന്നില്ല. വല്ലാത്തൊരു ആത്മബന്ധമാ. ഇത് ഇടുമ്പോൾ ഒരു സുഖവും സമാധാനവും. എന്ത്? ജെട്ടി. ബാങ്ക് അക്കൗണ്ട് എന്നാ എടുത്തതെന്ന്? ഒരു 3-4 വർഷമാവും. ഏതാ ബ്രാഞ്ച്? ബിഗ് ബോസ്. ബ്രാൻഡ് അല്ല, ബാങ്കിന്റെ ബ്രാഞ്ച്. കിളിമാനൂര്. കയ്യിലിപ്പ എത്ര ഉണ്ട്? ഇതേപോലത്തെ ഒരു 3 കൂടെ കാണും. അത് കള. തന്റെ ക്യാഷ് ആയിട്ട് എത്ര ഉണ്ടെന്ന്? ഒരു 2000 കാണും. ഇനി ഞാൻ ചോദിക്കാം, ഒരാൾക്ക് കുളിക്കണം. അയാളുടെ കയ്യിൽ ഉപ്പും പായസവും മാത്രമേ ഉള്ളൂ. എങ്ങനെ കുളിക്കും? അതെങ്ങനെ? ആ ഉപ്പെടുത്ത് പായസത്തിൽ ഇടും. അപ്പൊ പായസം കുളമാവും. അപ്പൊ ആ കുളത്തിൽ ഇറങ്ങി കുളിക്കാലോ. ഒരാൺപൂച്ചയും പെൺപൂച്ചയും കണ്ടുമുട്ടി. ആൺപൂച്ചയ്ക്ക് പെൺപൂച്ചയെ ഇഷ്ടമായി. ആൺപൂച്ച പെൺപൂച്ചയുടെ കാതിൽ ഒരു കാര്യം പറഞ്ഞു. എന്താണത്? ഇഷ്ടമാണെന്നായിരിക്കും. അല്ല. ഒരു ദിവസം ഗാന്ധിജി കാട്ടി കൂടെ നടന്നുപോയി. അപ്പോ ഒരു സിംഹം പെട്ടെന്ന് ചാടി വീണു. എന്നിട്ട് ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞു. ഗാന്ധിജി പെട്ടെന്നോടി രക്ഷപ്പെട്ടു. കാരണം ഇന്ന് ഇര ഗാന്ധി എന്നാ പറഞ്ഞത്. ഇന്നത്തെ ഇര ഗാന്ധിയാണെന്ന്. ഏത്? അത് പോടാ ഭ്രാന്താ. സാറേ, ഒന്നുകൂടെ. വെള്ളത്തിൽ വീണാൽ നനയാത്ത വസ്തു. ചേമ്പലയാണോ? അല്ല, നിഴല്. ഹലോ